എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിനകത്താണ് നമ്മുടെ കണ്ണന്റെ കാലിന് ചലനശേഷി, അടുത്ത കാലിന് ചലനശേഷി കിട്ടുന്ന കാര്യങ്ങൾ അറിയുന്നത്. മഹാലക്ഷ്മിയോട് ഓടി വരാൻ വേണ്ടി പറയുവാണ് തോമസ് വൈദ്യനൊക്കെ. അപ്പൊ മഹാലക്ഷ്മി ഓടി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. കണ്ണന്റെ വലത്തെ കാലിനും കൂടി, വലത്തെ കാലിനല്ല ഇടത്തെ കാലിനും കൂടി ഒരു അനക്കം വന്നിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. കണ്ണൻ ഉടനടി എഴുന്നേറ്റ് നടക്കുന്നതായിരിക്കും. ഇതെല്ലാം അറിയിക്കുന്നതാണ് മഹാലക്ഷ്മിയെ. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാല് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ മേഘനാണെങ്കിൽ കരുണയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് മേഘനാണ്. മോളെ കരുണെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, തീർച്ചയായും മഹാലക്ഷ്മിയുടെ കഥ കഴിച്ചിരിക്കും, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പ്രതാപനങ്ങൾ എൻ്റെ കൂടെ കാണും, പോട്ടെ നമ്മൾ ഇനിയിപ്പം ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഇതിനു വേണ്ടിയല്ലേ, കേസും ഒന്നും പ്രശ്നമൊന്നുമില്ല, എന്താണെങ്കിലും നമ്മൾ അവിടെ നൂരിപ്പോരും, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു, മഹാലക്ഷ്മിയുടെ കഥ ഞാൻ തന്നെ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തിലാണ് മേഘനയും കരുണയൊക്കെ. അപ്പോഴും ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടൻ ഒരുപാട് ഇത് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പാളിപ്പോയി. അപ്പൊ മേഘൻ പറയുവാണ്, എപ്പോഴും പാളിപ്പോകുന്ന പോലല്ല, ഇത് കറക്റ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം മഞ്ജു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ മഞ്ജുന് മനസ്സിലായിട്ടുണ്ട്, എന്തോ മഹാലക്ഷ്മിക്കും കണ്ണനുമെതിരെയുള്ള എന്തോ ഒരു കരുക്കൾ നീക്കുവാണ്, ഇതെങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാല് മാനസ വിളിച്ചിട്ട് മേഘനോട് പറയുവാണ്, എനിക്ക് എത്രയും വേഗം കാണണം, വന്നേ പറ്റൂന്ന്. അപ്പൊ മേഘം പറയുന്നുണ്ട്, ഇപ്പൊ എന്താണെങ്കിലും വരാൻ പറ്റത്തില്ല, പണ്ടത്തെ കൂട്ടൊന്നുമല്ല, എനിക്ക് ഭാര്യയുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞതാ, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. പക്ഷേ മാനസ നിർബന്ധിക്കുവാണ്, വന്നേ പറ്റൂന്ന് പറയുവാണ്. മഞ്ജു ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുനോട് യാത്ര പറഞ്ഞ് മേഘൻ പോവുകയാണ്. മേഘൻ പോകുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇനി വൈകുന്നേരം വല്ലേ വരത്തുള്ളൂ? അപ്പൊ മേഘൻ ചോദിക്കുവാണ്, എന്താ നേരത്തെ ഞാൻ വരണമെന്ന്? ഒന്നുമല്ല, ചോദിച്ചെന്നുള്ളതൊക്കെ പറഞ്ഞ് മഞ്ജു ഇങ്ങനെ ഷുഗർ കോട്ടിംഗ് ഒക്കെ വെച്ച് ഇങ്ങനെ ആക്കി സംസാരിക്കുവാണ്. അങ്ങനെ മേഘൻ മാനസയുടെ അവിടെ പോവാണ്. ഈ കാര്യം നമ്മുടെ മഞ്ജു വിളിച്ച് സാഗറിനോട് പറയുവാണ്. സാഗറിനോട് പറഞ്ഞ് സാഗർ അത് മാർക്കോയോടും എല്ലാവരോടും കൂടെ പറയുവാണ്, ഇങ്ങനെ മാനസ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ മാർക്കോയൊക്കെ പ്ലാൻ ചെയ്യുവാണ്, നമുക്കൊരു കളി കളിച്ചാലോ എന്ന്. അപ്പൊ മാർക്കോ ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മേഘനെ അവിടെ വെച്ച് മിക്കവാറും പിടിച്ചിട്ട് പൂട്ടുമായിരിക്കും. പൂട്ടി ഈ കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തുമെന്നും പറഞ്ഞു മേഘനെ വരച്ച വരെ കൊണ്ടുവരാനുള്ള പണിയാണെന്ന് തോന്നുന്നു നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പം നാളെ എന്താണെങ്കിലും മഞ്ജുനോട് യാത്രയൊക്കെ പറഞ്ഞ് മേഘൻ പോവാണ് മാനസയുടെ അടുത്തോട്ട്. മാനസയാണെങ്കിൽ ഒരുങ്ങി കുറിയൊക്കെ എടുത്തോട്ട് നിൽക്കുവാണ്. മേഘൻ അവിടെ ചെല്ലുന്നുണ്ട്. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സാഗറും എല്ലാം കൂടെ ശരിയാക്കുന്നതാണ്. അപ്പം ഇനിയിപ്പം കണ്ണൻ ഹോസ്പിറ്റലിലാണ്. കണ്ണന് വേറെ അവിടെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് കണ്ണൻ എക്സ്ട്രാ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് തോമസ് വൈദ്യന്. പക്ഷെ മഹാലക്ഷ്മിയുടെ കാര്യമാണ്, മഹാലക്ഷ്മി ഓഫീസിൽ സേഫാന്ന് മാർക്കോ പറയുവാണ്, പക്ഷെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുവാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഡ്യൂട്ടിയാണ്. മാർക്കോയാണ് മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാഗറിന് ഡ്യൂട്ടി കൊടുക്കുവാണ്. നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മഞ്ജുവിനെയും മേഘനെയും തമ്മിൽ പിരിക്കുക, അതാണ് നിന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് നീ മഞ്ജുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാണെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും നിന്റെ കൂടെ, അതിനുവേണ്ടിയാണ് നിന്നെ ഞങ്ങൾ ഇവിടെ തീറ്റിപ്പോറ്റുന്നതെന്ന് പറയുവാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്